ഹലോ. ഈ വീഡിയോ ചെയ്യണത് ആഹ്, ഒരു കോമന്റ് ഇട്ടിട്ട് ആക്കിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ കുട്ടി ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കണു. കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ പറ്റൂ. കാരണം എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഒരു കോമന്റ് യൂട്യൂബിൽ വന്നു. സാധാരണ കോമന്റ് സെക്ഷനിലല്ല ഇത് വന്നത്. നമ്മൾ ചില കോമന്റ്സ് അപ്രൂവ് ചെയ്യേണ്ടി വരും നോക്കിയിട്ട്. ചില ആൾക്കാര് വൃത്തികേടൊക്കെ എഴുതി വെക്കും. അല്ലെങ്കിൽ ഈ ചില പ്രൊമോഷനൊക്കെ ഉണ്ടാവും. വൃത്തികെട്ട പ്രൊമോഷൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ അതൊക്കെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ചിലത് യൂട്യൂബിനൊരു സംശയമുള്ളതുകൊണ്ട് നമ്മളോട് അപ്രൂവ് ചെയ്യാൻ പറയും. ഇവര് മനുഷ്യനിരുന്ന് നോക്കുന്നതല്ലല്ലോ. മെഷീൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഒരു പ്രശ്നമില്ലാത്ത കമന്റ്സ് അവിടെ വരാറുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ ചെന്ന് മാനുവലി ഇടയ്ക്ക് പോയിട്ട് അപ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കമന്റ് കുറച്ച് വലിയ കമന്റ് ട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലത് വായിച്ചപ്പോൾ ഒരു പെൺകുട്ടിയാന്ന് തോന്നിയത്. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോഴാണ് വേണമെങ്കിൽ അതൊരു ആൺകുട്ടിയാവാം എഴുതിയത്. പക്ഷേ എനിക്കത് പെൺകുട്ടിയായിട്ടാ തോന്നുന്നത്. ഇനിയിപ്പോൾ ആൺകുട്ടിയാണെങ്കിലും കുട്ടി ഞാൻ പറയണത് കേൾക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടി പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ ഈ കമന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴേക്കും ആ കമന്റ് അവിടെ ഇല്ല. അപ്പോൾ അപ്രൂവലിന് എനിക്ക് പെൻഡിങ് വന്നു. പക്ഷേ കുട്ടി അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ആ കമന്റ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ കമന്റ് ഉണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആരാന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മനുഷ്യനൊരു മനസ്സമാധാനം തരാത്തൊരു കമന്റായി പോയി കുട്ടിയത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊരു വീഡിയോ അങ്ങ് ചെയ്യാം കുട്ടിക്ക് വേണ്ടി. അല്ലെങ്കിൽ കുട്ടീനെ പോലെ ഇനിയും കുറേ പേരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ ഈ സ്റ്റേജ് കഴിഞ്ഞ് ഇവിടെ എത്തിയതല്ലേ. ചില സമയത്ത് മാനസികമായ ചില പിരിമുറുക്കങ്ങൾ കാരണം നമുക്ക് വല്ലാത്ത ചിന്തകളൊക്കെ വരും. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് ഞാൻ മുഴുവൻ പറയുന്നില്ല. കാരണം ഈ കുട്ടിയുടെ ഐഡന്റിറ്റി ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും ആരാളെന്ന്. എനിക്കറിയില്ല. പക്ഷേ ആളറിയാവുന്ന ആൾക്കാർക്ക് ഇന്ന ആളാണെന്ന് ചിലപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. അത് കാരണമായിരിക്കും കുട്ടി ഇത് ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുട്ടി കുറച്ച് കാലമായി ഒരു എൻട്രൻസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്തു. പാരൻസ് ആണെങ്കിൽ ഭയങ്കര നല്ല പാരൻസ് ആണെന്ന്. അപ്പോൾ ഈ കുട്ടി ഇത്രയും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ പാരൻസ് നന്നായിരിക്കണം. അല്ലെങ്കിൽ കുട്ടി ഇത്രയും വാശി പിടിക്കണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് അച്ഛനമ്മയും ഇത്രയും എന്ത് പറഞ്ഞാലും സാധിച്ചു തരുന്ന അച്ഛനമ്മയാണ്, സ്നേഹമുള്ള അച്ഛനമ്മയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്താ എക്സാക്ട്ലി കാരണം എന്ന് എനിക്ക് ഓർമ്മയില്ല. അതോ എനിക്ക് വായിച്ചിട്ട് മറന്നുപോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഫോണിൻ്റെ അഡിക്ഷനോ അങ്ങനെയൊക്കെ വന്നിട്ട് കുട്ടിക്ക് ആഹ്, പഠിക്കാൻ പറ്റുന്നില്ല. കുട്ടി അതിൽ പെട്ടുപോവാ. പഠിക്കാനിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പഠിക്കാതെ 1, 2 തവണയൊക്കെ ഇത് ആഹ്, എക്സാം പാസ്സാവാണ്ട് പോയി അല്ലെങ്കിൽ ക്ലിയർ ആവാണ്ട് പോയി. അപ്പോൾ ഇനി അടുത്ത അറ്റംപ്റ്റും ഇതേപോലെ തന്നെയാണ് പോണത്. അപ്പോൾ ആ കുട്ടിക്ക് ഗിൽറ്റ് കാരണം ഭയങ്കര ഗിൽറ്റായിരിക്കും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ നമ്മളിപ്പോൾ ചില ആൾക്കാരോട് പറഞ്ഞാൽ അവർ പറയും "എന്നെന്താ ഇരുന്ന് പഠിക്കാഞ്ഞിട്ടല്ലേ?" അങ്ങനെ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഗിൽറ്റ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ലൂപ്പിൽ പെടും. ഗിൽറ്റ് വീണ്ടും വരും. അപ്പോൾ നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല. ആ പഠിക്കാണ്ട് വീണ്ടും ഗിൽറ്റ് വരും. ഇങ്ങനൊരു ലൂപ്പിൽ നമ്മൾ പെടാൻ ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞാനിത് നമ്മളെല്ലാവരും ഇതുപോലത്തെയൊക്കെ സിറ്റുവേഷനിലൂടെ പോയതല്ലേ. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് പറയണ കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഹ്, ഇങ്ങനെ ഈ ഗിൽറ്റ് കൂടി എന്ന് വെച്ചാൽ അച്ഛനമ്മ ഇത്രയും സ്നേഹത്തോടെ പറഞ്ഞാൽ എന്തും ചെയ്തു തരുന്ന അച്ഛനമ്മ അപ്പോൾ അവര് പഠിക്കും എന്ന് വിചാരിച്ച് ഈ കുട്ടീനെ ഇതിനൊക്കെ വിട്ട് റിപ്പീറ്റ് ചെയ്ത് പക്ഷേ ഈ കുട്ടിക്ക് ഇപ്പോഴും ഇപ്പോൾ എക്സാം ഒരു 2, 3 മാസത്തിനുള്ളിൽ വരുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോഴേക്ക് ഈ കുട്ടി അപ്പോഴും പഠിക്കണില്ല. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മള് പോവാൻ പാടില്ലാത്ത രീതിയിലൊക്കെ ചിന്തകൾ പോയി തുടങ്ങി ഈ കുട്ടിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കാരണം എന്തെങ്കിലും പറ്റിയാൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിലേ ഇതെന്താണെന്നറിയോ? ചിലപ്പോൾ ഒരാളടുത്ത് സംസാരിച്ചാൽ റെഡിയാവുന്ന പ്രശ്നമായിരിക്കും. പക്ഷെ അങ്ങനെ സംസാരിക്കാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ല. ഈ കുട്ടികളുടെയൊക്കെ ഇപ്പോൾ പ്രശ്നം അതാവും. സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്തൊരു കോമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഒരു ചേച്ചിയൊക്കെ ആയിട്ട് നമ്മളെ കരുതുന്നോണ്ടായിരിക്കും അല്ലേ? പറയാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലല്ലേ? അപ്പോൾ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കൂ. കേൾക്കണം കേട്ടോ. ഈ വീഡിയോ ആ കുട്ടിയുടെ അടുത്ത് എത്തുന്നത് ഞാൻ ശരിക്കും ആഗ്രഹിക്കുക കേട്ടോ. വേറെ ഒന്നും കുട്ടി കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം എന്ന് വിചാരിക്കുക. എനിക്ക് പറയാനുള്ളതൊന്ന് പറയാലോ? രക്ഷപ്പെട്ടാലോ? ഒന്നാമത് നമ്മൾ ഈ എക്സാംസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് അൾട്ടിമേറ്റ് അല്ല. അത് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ആ സ്റ്റേജിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ സിവിൽ സർവീസ് എഴുതാൻ എക്സാംസ് അങ്ങനത്തെ ഓരോരോ എൻട്രൻസ് എക്സാംസ് ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ജീവിതം അതുക്കും എത്രയോ മീതെ വേറെ ഒരു ലെവലിൽ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും.
എന്ന് വെച്ചിട്ട് എൻട്രൻസ് എക്സാം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. ഓരോ സമയത്തും നമുക്ക് ഓരോ കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതാണ്, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ജീവിതകാലത്ത് മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതാണെന്ന് വിചാരിക്കരുത്. ജീവിതം ഇങ്ങനെ നമുക്ക് കുറേ സർപ്രൈസസ് ഒക്കെ കിട്ടുന്നൊരു സംഭവമാണ് ജീവിതം. അതുകൊണ്ടാണ് ഇറ്റ് വോണ്ട് ബി ഈസി ബട്ട് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ് എന്ന് നമ്മൾ പറയാറ്. എന്ന് വെച്ചാൽ എളുപ്പമല്ല, പക്ഷേ മുതലാണ് ശരിക്കും. ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ ആ ഇപ്പം നോക്കി എല്ലാ സന്തോഷം മാത്രമാണെങ്കിൽ ജീവിതത്തിന് രസം ഉണ്ടാവില്ലല്ലോ. നല്ല പിരിമുറുക്കങ്ങളിലൂടെയൊക്കെ കടന്ന് അത് അതിജീവിച്ച് നമ്മൾ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു രസം, ത്രില്ല്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ ഹിറ്റിനെക്കാട്ടും എത്രയോ ലോങ് ലാസ്റ്റിംഗ് ഒരു ഡോപ്പമിൻ ഹിറ്റാണ് നമുക്ക് നമ്മൾ പണ്ട് ചെയ്ത മണ്ടത്തരങ്ങളും അത് അതിജീവിച്ച് നമ്മൾ എങ്ങനെയൊക്കെയോ മുന്നേറിയതും എക്സാമിനെ തലേദിവസം എന്ന് പഠിച്ച് പാസ്സായതും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊരു സമാധാനം. ഇനി തിരിച്ച് ആ സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഒരു സമാധാനം. അങ്ങനെ ഇപ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്ങില്ലേ നമ്മുടെ, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ ഫീലിംഗ് ഇപ്പോഴത്തെ ഫീലിംഗ് മാത്രമാണ്. ഓക്കെ, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇത് മാറ്റർ ചെയ്യോ? ഇത് മാറ്റർ ചെയ്യുമെന്ന് വെച്ചാൽ കുട്ടി വിചാരിക്കും എനിക്ക് അന്ന് പഠിക്കാത്തതുകൊണ്ട് എനിക്കിങ്ങനെ അഡ്മിഷൻ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് മാറ്റർ ചെയ്യില്ലേന്ന്. പക്ഷെ ഈ പ്രൊഫഷനിലൊക്കെ എത്തിയ ആൾക്കാർ കുറേ കാലം ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്ത് വന്ന ആൾക്കാരോട് ചോദിച്ചാൽ വേറെയും ജീവിതങ്ങൾ അതിനേക്കാളും എന്താ പറയുക വേറെ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ജീവിതങ്ങൾ അവർക്കും ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് അവരും പറയും. ഒരു രീതിയിൽ മാത്രമല്ല ജീവിതം, മനസ്സിലായോ? ഇതിങ്ങനെ മാത്രമേ പറ്റുള്ളൂ, ഇത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കണ്ട. പല ടൈപ്പ് ജീവിതങ്ങളുണ്ട്, എല്ലാത്തും അടിപൊളിയാണ്. എത്ര ഡോക്ടർമാർ അല്ലെങ്കിൽ വലിയ എൻജിനീയർമാരൊക്കെ എല്ലാം ക്വിറ്റ് ചെയ്ത് യൂട്യൂബ് ചെയ്യണു, അറിയില്ലേ? നേരെ നോക്കി നോക്കൂ. ഞാനിതുമാതിരി കുറേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ന് വെച്ചാൽ ഞാൻ പറയണത് എൻട്രൻസ് എക്സാം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതല്ല. ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അതായിരിക്കും, പക്ഷേ ജീവിതത്തിൽ മൊത്തത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതല്ല. അത് മനസ്സിലായല്ലോ ശരിക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഗിൽറ്റിൻ്റെ ലൂപ്പിൽ പെട്ടുപോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടി ഇത്രയും സ്നേഹമുള്ള അച്ഛനമ്മ ആയതുകൊണ്ട് അവരുടെ അടുത്ത് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞ് എല്ലാം കൂടെ പറയുക. അപ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും. പക്ഷേ അതിന് ഭയങ്കര കറേജ് വേണം. ഈ കുട്ടി അറിയില്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും അറിയില്ല. പിന്നെ അതിലേക്കുള്ള പ്രഷറിൽ കുട്ടിക്ക് വീണ്ടും ഭയങ്കര സ്ട്രെസ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കില്ല, ചെയ്യാൻ പറ്റുമെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. കാരണം സ്നേഹമുള്ള അച്ഛനമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പം എൻ്റെ മോനുണ്ട്, മോൻ ഇങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എത്ര തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാൻ പറയും, സ്നേഹമുള്ള അച്ഛനമ്മയാണെങ്കിലും. പക്ഷേ എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല കേട്ടോ. ഞാനിത് പറയുമ്പം വേറെ ആൾക്കാരുണ്ടാവില്ല ഇതേ സിറ്റുവേഷനുള്ളത്, പക്ഷേ അച്ഛനമ്മയടുത്തും കുറച്ച് സ്ട്രിക്റ്റാണ്, കുറച്ചധികം സ്ട്രിക്റ്റാണ്. നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുള്ളത്, നിങ്ങൾ പോയിട്ട് പറയാൻ നിൽക്കേണ്ട അച്ഛനമ്മയടുത്തും. നിങ്ങൾ കറക്റ്റായിട്ടുള്ള എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. ഈ കുട്ടിയുടെ അടുത്ത് പറയാണ്, നമ്മൾ ഈ ഗിൽറ്റിൻ്റെ ലൂപ്പിൽ പെടാണ്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഈ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിൽറ്റ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുക എങ്ങനെയാണ്, ഇന്നൊന്നും പഠിച്ചില്ല ഒരു കാര്യം, നാളെ 5 ചാപ്റ്ററും 10 അതിൻ്റെ ചാപ്റ്ററൊക്കെ പഠിക്കുക, നടക്കാത്ത ഓരോരോ കാര്യങ്ങൾ എഴുതി വയ്ക്കും പ്ലാനായിട്ട്. അതും നടക്കാത്തപ്പോൾ പിന്നെയും ഗിൽറ്റ് വരും. ഇത് ഇങ്ങനെ കൂടും. അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇനി ഇത്ര സമയമുള്ളൂ, അപ്പോൾ ഇത്രയും പോർഷൻ പഠിച്ച് തീർക്കണം അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, അതിപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ് പഠിക്കാം, 5 മിനിറ്റ് പഠിക്കാമെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് ചിലപ്പോൾ ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് 10, 15, 20, 30 മിനിറ്റൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ 30 മിനിറ്റ് പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കേണ്ട, 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തിക്കോ, മതി. സ്റ്റാർട്ടില്ല നമ്മൾ ആ ഈ നമ്മുടെ ഈ ഗിൽറ്റിൻ്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ സൈക്കിളിലേക്ക് കിടക്കണം, ആക്ഷൻ്റെ സൈക്കിളിലേക്ക് നമ്മൾ കിടക്കണം. ആ ആക്ഷൻ എടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കുറേ നേരത്തേക്ക് പഠിക്കാനുള്ളത് നമുക്കത് പറ്റില്ല പെട്ടെന്ന്. 5 മിനിറ്റ് ഞാൻ പറയണത് കേൾക്കുക, 5 മിനിറ്റ് പഠിക്കുക. 5 മിനിറ്റ് ബുക്ക് തുറന്ന് ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കുക, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഈ എൻട്രൻസ് എക്സാമൊക്കെ ഞാൻ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ സാറന്മാരും ഒരേപോലെ പറഞ്ഞിരുന്ന കാര്യം എന്താ പറയുക, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അവിടെയാണ് അങ്ങനെയാണ് എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടിയേക്കണതാണ്, അങ്ങനെ ചെയ്തവർക്കാണ് നല്ല റാങ്ക് കിട്ടിയേക്കണതാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കൂ, ഇരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഫോക്കസ് കിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഒറ്റ ചോദ്യം മാത്രം സോൾവ് ചെയ്യാം. ഓക്കെ, ഒറ്റൊന്നും ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്തോളൂ. കിട്ടുന്നില്ലെങ്കിൽ അത് മാത്രം പഠിക്കുക കേട്ടോ. കൂടുതൽ നോക്കാൻ നിൽക്കണ്ട, അത്രയും മതി. അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങുക കേട്ടോ.
പിന്നെ എത്രയും പഠിക്കാനില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സൈക്കിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നന്നായി പോകാൻ പറ്റും. സമയം പോയി എന്നൊന്നും ചിന്തിക്കണ്ട. മനസ്സിലായോ? എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഏത് എക്സാമാന്ന് ഓർമ്മയില്ലാതായതാണോ അതോ ബുക്ക് എടുക്കാൻ മറന്നോ എനിക്ക് ഓർമ്മയില്ല. രാവിലെ വന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് ആരാന്നും അറിയുന്നില്ല. എൻ്റെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ വന്നിട്ട് അവൻ പറഞ്ഞു അയ്യോ ഞാൻ ഈ എക്സാമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങൾ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മേ ഇത്ര പഠിക്കാനുണ്ട്. ആ എക്സാമിന് അവൻ എന്നെക്കാൾ മാർക്കായിരുന്നു. ഞാൻ എൻ്റെ ബുക്കും എല്ലാം കുന്നെടുത്ത് വീട്ടിൽ പോയി പഠിച്ചിട്ട് വന്നതാ. അവൻ രാവിലെ ഇരുന്ന് പഠിച്ചതാ. അതുകൊണ്ട് സമയത്തിൻ്റെ കാര്യം കുട്ടി വിഷമിക്കണ്ട. ഇപ്പം സമയമുണ്ട്. ഇവിടുന്ന് നമുക്ക് തുടങ്ങാൻ സമയമുണ്ട് കേട്ടോ. വെറുതെ പറഞ്ഞാലേ സമയമുണ്ട് ഞാൻ നോക്കി. അപ്പോൾ വിഷമിക്കണ്ട. റെഡിയാക്കാം. റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറ്റും. ഓക്കെ. ഇനി പഠിക്കാത്ത കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കാര്യം അപ്പോൾ പരിങ്ങലാണെന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കും പറ്റും. നമ്മൾ നമ്മുടെ സമയം എങ്ങനെ യൂസ് ചെയ്യുന്നു ഗിൽറ്റിൻ്റെ ആ ലൂപ്പിൽ നിന്ന് ആദ്യം ഒന്ന് പുറത്തെടുക്കും കേട്ടോ. അവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇന്ന് കുട്ടി പോയിട്ട് ഒരു ചോദ്യം അങ്ങ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? അങ്ങനെ ഇനി ഇത്ര ചെയ്തില്ല. ഇനി ഒരു 5 മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് പ്രശ്നം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാലേ നമുക്ക് പുറത്ത് വരാൻ പറ്റില്ല. ഫോൺ തൽക്കാലം മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും നടക്കാൻ പോയിട്ട് വന്നോളൂ. എന്നിട്ട് ആ പോണ വഴിക്ക് ഒരു ഐസ്ക്രീം കഴിച്ചോളൂ. ഓക്കെ. ഐസ്ക്രീം ഇഷ്ടമല്ലേ? അപ്പോൾ ഐസ്ക്രീം കഴിച്ചോളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരും. അപ്പം നമ്മൾ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യും അവിടെ. അതുകൊണ്ടാണ് പറയണത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു സൈക്കിളിൽ കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ കുറേ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. കാര്യമാക്കണ്ട. പഠിച്ചോട്ടെ അവർ. എല്ലാവരും പഠിച്ചോട്ടെ. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. കമ്പയർ ചെയ്തിട്ട് കഷ്ടപ്പെടണ്ട കേട്ടോ. കാരണം നമുക്ക് വരാനുള്ളത് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് ചെയ്യാം. നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് നമ്മുടെ നീക്കുപോക്കിലുള്ളൂ, കൺട്രോളിലുള്ളൂ. ബാക്കി കൺട്രോളിലില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ വിചാരിച്ചിട്ട് എന്ത് കാര്യം? അതൊക്കെ പൊട്ടത്തരാ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ അങ്ങനെ ആയാലോ അവരൊക്കെ കുറേ പഠിച്ചതിനേക്കാൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ കൺട്രോളിൽ എന്താ ഇപ്പോൾ ഉള്ള എടുക്കേണ്ട ആക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാം. 5 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യോ കേട്ടോ. പിന്നെ വിഷമിക്കണ്ട. എനിക്ക് മനസ്സിലായി പബ്ലിക്കായിട്ട് ഈ കമൻറ്റ് ഇട്ടാൽ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചിട്ടല്ലേ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ ഇമെയിൽ ഐ ഡി അറിയില്ലേ, easyenglishwithvinny@gmail.com. എൻ്റെ മറ്റേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയാണ്. ഞാനത് എപ്പോഴും നോക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കൊരു ഇമെയിൽ അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറ്റാവുന്ന പോലെ റിപ്ലൈ ചെയ്യാം. വിഷമിക്കരുത്. ഇതൊക്കെ ഒരു ഫേസാണ്. ഇതൊക്കെ മാറി കുട്ടി അടിപൊളിയാവും. ആ സമയത്ത് ഇതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ചമ്മലായിരിക്കും കേട്ടോ. ആ അവസ്ഥയിലേക്ക് എത്തണം നമുക്ക്. ശരി അന്ന് ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ തോന്നാം കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് പഠിച്ചെടുക്കാവുന്ന സമയമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. 5 മിനിറ്റ് ഒന്ന് പഠിക്കുക. അത് പഠിക്കുകയെന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം ഇരുന്ന് വായിക്കുന്നതിന് പകരം ഒരു ചോദ്യം സോൾവ് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുക. അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ന് രാത്രിയെ പ്ലാൻ ചെയ്യുക. അടുത്ത ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന്. ആ പ്ലാൻ ചെയ്യുമ്പോൾ ദയവേത് എടുത്താൽ പോകാത്ത സാധനം പ്ലാൻ ചെയ്ത് വെക്കരുത്. നമുക്ക് പിന്നെയും സങ്കടമാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാൻ ചെയ്യുക. എഴുതി വെക്കുക. തലേദിവസം രാത്രി എഴുതി വെക്കണം. ഈ എഴുതി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മളിങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുക. സോൾവ് 1 പ്രോബ്ലം. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡൺ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. ഫിസിക്കലി മാർക്ക് ചെയ്യുക. കൈ കൊണ്ടൊരു പേപ്പറിൽ മാർക്ക് ചെയ്യുക. അതിന് എന്തോ ഒരു എഫക്റ്റാണ്. ട്രസ്റ്റ് മീ, എന്തോ ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ നമുക്ക് വൃത്തിക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ ആ സംഭവം കണ്ടിന്യൂ ചെയ്യാൻ ഇനിയൊരു അടുത്തത് സോൾവ് ചെയ്തിട്ട് ഡൺ എന്ന് പറയാൻ ഒരു ഗുഡ് ഫീലിംഗ് അത്. അപ്പോൾ അത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണം. ചെറിയ ചെറിയ വിൻസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചെറുതായി നടക്കാൻ പോവുക. ഏത് നേരം പഠിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്ന് നടക്കാൻ പോവുക. വേണമെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചോളൂ. ഡയറ്റിംഗ് ഒന്നും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചോളൂ. ചൂടൊക്കെ അല്ലേ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ അച്ഛനമ്മയോട് ഒന്ന് സംസാരിച്ചോളൂ. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഈ ഗിൽറ്റിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് ആ ലൂപ്പിൽ പെട്ടുപോകും. ഗിൽറ്റ് അത്ര മോശം കാര്യമൊന്നുമല്ല. ഞാൻ അത് പറയണമല്ലോ. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇയാളിൽ അച്ഛനമ്മമാരെ അർപ്പിച്ച വിശ്വാസത്തിൽ ആ വിശ്വാസം കൊണ്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഗിൽറ്റ് അല്ലേ. അച്ഛനമ്മ നീ എന്തെങ്കിലും ആയിക്കോട്ടെ തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗിൽറ്റ് വരുമോ? ഇല്ലല്ലോ. അവരോടുള്ള സ്നേഹം കാരണം കുട്ടിക്ക് തോന്നണതാണ്. അത് കുട്ടിയുടെ ഒരു നല്ല മനസ്സാണ് കാണിക്കണേ അല്ലേ. ശരിക്കും ആലോചിച്ച് നോക്കിയേ. അത്രയും നല്ല മനസ്സുള്ള ഒരാൾ അങ്ങനെ അധികം വിഷമിക്കേണ്ട കേട്ടോ.
വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയയ്ക്കുക. റിപ്ലൈ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാനും എൻ്റെ മോനും കൂടെ യുദ്ധമാണ് ഇവിടെ ഓടി നടന്ന് അവൻ്റെ പുറകിൽ. അപ്പോൾ റിപ്ലൈ ലേറ്റ് ആവുകയാണെങ്കിലൊന്നും വിഷമിക്കരുത്. ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. മനസ്സിലായോ? ഒരു ഉഷാറായോ? വിഷമിക്കാണ്ടിരിക്കുക. പിന്നെ ബാക്കി എൻട്രൻസ് എക്സാം എഴുതാൻ പോണ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സ്ട്രെസ് എടുക്കാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും ഓരോ ദിവസവും ഇത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്ന് തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു പേപ്പർ, മാത്സിൻ്റെ ഒരു പേപ്പറോ ബയോളജിയുടെ ഒരു പേപ്പറോ ഏതെങ്കിലും ഒരെണ്ണം സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കാം. തെറ്റിപ്പോയതൊക്കെ പഠിക്കുക. അങ്ങനെ പഠിക്കുക കേട്ടോ. പിന്നെ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ, ഐഫോൺ ഞാൻ പറഞ്ഞ കുട്ടിക്ക് ഇതിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഐഫോണിൽ നമുക്ക് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അറിയോ അത്? ലിമിറ്റ് സ്ക്രീൻ ടൈം ഓൺ ഐഫോൺ. അതുപോലെ ആപ്സും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം, അതിന് എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇത്തിരി മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ അടുത്ത് ഇമെയിൽ അയക്കാനൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ കുട്ടിക്ക് അതൊന്നും ശരിയാവുന്നില്ലെങ്കിൽ ഹെൽപ്പ് സ്വീകരിക്കുക കേട്ടോ. ഒരിക്കലും വിചാരിക്കരുത് അയ്യോ നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, കൈവിടരുത്. ഹെൽപ്പ് സ്വീകരിക്കുക. അതിനുള്ള നമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ? ആരെങ്കിലും അങ്ങനത്തെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു, ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇതൊരു ഫേസാണ്. നമ്മളത് അത് അതിജീവിക്കണം. അത് അതിജീവിച്ചാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും കേട്ടോ. എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ഞാൻ ഏതവസ്ഥയിലാണ് കുട്ടി ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം. വിഷമിക്കരുത്. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പോകണം ഇപ്പം. കുട്ടികളൊക്കെ എൻട്രൻസ് ചെയ്യുന്ന കുട്ടികളൊക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ നന്നായി പഠിക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാവരും എൻ്റെ ക്ലാസ്സിലൊക്കെ അങ്ങനെ കുറച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നമ്മളെപ്പോലെയല്ല, ചിലരൊക്കെ നന്നായി പഠിക്കുന്നുണ്ടാവും. സാരമില്ല, നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിൽ തെറ്റ് വരുന്നത് മാത്രം ഒന്ന് നോക്കിയിട്ട് അത് മാത്രം പഠിക്കുക. അല്ലാതെ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് എൻഗേജ് ആയി കിട്ടുള്ളൂ. ഇതിങ്ങനെ പരന്നിങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഫോക്കസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണ എല്ലാവർക്കും. ഫോണ് രാവിലെ എണീറ്റ് ആ ഫോൺ അങ്ങ് നോക്കാണ്ടിരിക്കുക. ഞാനാണെങ്കിൽ അലമാരയിൽ പൂട്ടി വയ്ക്കും. നമുക്ക് ഇത്രയും സ്ട്രെസ് തരുന്ന സാധനമല്ലേ, പൂട്ടി വെച്ചോളൂ. എന്നിട്ട് രാവിലെ നമ്മുടെ പരിപാടി തീർത്ത ശേഷം മാത്രം ഫോൺ എടുക്കുക. അപ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ? അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഹെൽത്തൊക്കെ നോക്കണം കേട്ടോ എല്ലാവരും. ബൈ.